അല്ല ഇനി ഇവിടെ ഇരിക്കാണോ? പോണ്ടേ നമുക്ക്? ഞാൻ രാവിലെ മുതൽ നിങ്ങളടുത്ത് പറയുന്നില്ലേ, എനിക്ക് കൈയും കാലൊക്കെ ഭയങ്കര വേദന, ഒന്ന് കാണിച്ചാലോ നമുക്ക്? ഇങ്ങനെ പേടിച്ചാലോ? മറ്റേ ഇപ്പൊ വരാം. എന്നാ പെയിൻ കില്ലറാണ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഒരു ചെറിയ അസുഖം വരുമ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുകയല്ല. അവിടെ കല്യാണത്തിന് എത്ര മുമ്പ് വിളിച്ചാണ്, നമുക്ക് എന്തായാലും പോയാൽ പറ്റുള്ളൂ. ഈ പെട്ടെന്ന് മാറ്റി വാ. എനിക്ക് വയ്യ അഷിക, ഞാൻ വരണോ? ഓരോരുത്തർ എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞാ പോരെ? നമുക്ക് എന്തൊരു പേടിയാണ്. ഇപ്പൊ ഇനി പെയിൻ കില്ലർ കഴിച്ചല്ലേ, അത് എഫക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതോടെ റെഡി ആവും. ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? എന്താ ടേസ്റ്റ് ഫുഡ്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാനല്ലെങ്കിൽ കല്യാണത്തിന് വന്നില്ലെങ്കിലേ നഷ്ടമായേനെ. ഞാൻ അതിനൊന്നും കഴിച്ചില്ല. ഇത്ര നല്ല ഫുഡ് അടിക്കൊന്നും കഴിച്ചില്ലാന്നോ? എന്റെ അഷികാങ്ങളൊന്ന് നിർത്തുവാ, പോവാ. എനിക്ക് കൈയും കാലും വേദനയായിട്ട് വയ്യ. എന്റെ ഇപ്പൊ കാണിക്കാനൊക്കെ എത്ര പൈസ വേണമെന്നാണ് വിചാരം? വേണ്ടാത്ത ടെസ്റ്റ് ഒക്കെ അതുപോലെ ചെയ്യിപ്പിക്കും. ഇത് വെറുതെ കിട്ടുന്ന പൈസ ഒന്നല്ലോ, അധ്വാനിച്ച് ഉണ്ടാക്കുന്നല്ലേ. നിങ്ങൾ എവിടെ നിന്ന് വരാ അഷിക? ഞാൻ രാവിലെ മുതൽ എത്ര നോക്കി, എന്നോട് പറയാണ്ട് എവിടെ പോയതാ? അതൊന്നുമില്ല മോളെ, രാവിലെ തന്നെ നെഞ്ചുവേന. ഞാൻ ഉറങ്ങല്ലേനോ, എനിക്ക് വയ്യായിട്ട് ഞാൻ അഫ്സലിനെ വിളിച്ചിരുന്ന ഡോക്ടറെ കാണിക്കാൻ പോയതേന്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ എല്ലാ ടെസ്റ്റും ചെയ്തപ്പോ സമാധാനം, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നോർമലാ. ഓനിപ്പോ എന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയി. ആടാ ഞാനിത് ഇപ്പൊ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഇരിക്കുക. ഇല്ലടാ ഒരു പ്രശ്നമില്ല, അതെന്താ ഗ്യാസിന്റെ ചെറിയ പ്രശ്നം, ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. ആ ശരി എന്നാ ഞാൻ വിളിക്കാം. ഒരു ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വരുമ്പോഴേക്ക് എന്താ സ്പീഡ് കാണിക്കാനല്ലോ. എല്ലാ ടെസ്റ്റും എല്ലാം കഴിഞ്ഞില്ലേ? അല്ല പെയിൻ കില്ലർ ഒന്നും കുടിച്ചിട്ട് മാറിയില്ലേ? ടൈം കിട്ടിണ്ടാവൂലേ അല്ലേ? അല്ലേ മോളെ, ഒരു അസുഖം വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർത്താനം പറയുന്നത്? ഇതിപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലായിട്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കൊരു വേദന വരുമ്പോഴേക്ക് എന്താണ് സ്പീഡ് കാണിക്കാനല്ലോ. ഞാനിവിടെ എത്ര ദിവസമായി പറയുന്നു എനിക്ക് തലയും കൈയും ഒന്ന് വേദനയായിട്ട്. എനിക്കിപ്പോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയോ? പൈസ ആവും എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നിങ്ങൾ ഇന്ന് ഒരു നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടോ? എന്തേ ഇപ്പൊ നിങ്ങൾ കാണിച്ച ഡോക്ടർക്കും ടെസ്റ്റിനൊന്നും ഫീസ് ഇല്ലേനോ? ഇതിന്റെ ഉള്ളിലൊക്കെ ഇപ്പൊ എന്താ നടക്കുന്നത് അള്ളാഹ്ക്കറിയാം. നിങ്ങളടുത്ത് ഒരു മാസമില്ലേ ബാക്കിൽ നടക്കുന്ന ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്? പണ്ട് എന്റെ ഉമ്മയും വാപ്പയൊക്കെ പറയുന്നു, പഠിച്ചൊരു ജോലി എന്തായിട്ട് വാങ്ങിക്കണം, എന്നാ പിന്നെ ആരും മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. ഇപ്പൊ എനിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് അഷിക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന കാര്യം എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ഇല്ല കാണിച്ചില്ല, കാണിക്കണം. വേദനക്കൊന്നും ഒരു മാറ്റവും ഇല്ല. എന്താ മോളെ, ഞാൻ കാണിക്കാൻ കൊണ്ടുപോകത്തെങ്കിൽ നാട്ടുകാരെ മൊത്തം പറഞ്ഞെടുക്കാണ്. അല്ലെങ്കിൽ എന്റെ കുറ്റം പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് ഒരു ശീലാക്കി. ഇപ്പൊ മാറ്റിക്കോ, എവിടാ വെച്ച പോയി കാണിക്ക. ഞാൻ കാണിച്ചില്ല നാട്ടോട് പറയാൻ നിൽക്കില്ലല്ലോ. എന്ത് നാട്ടൻ അഷിക, ഞാൻ എന്റെ ഉമ്മനെ വിളിച്ചതാ. എന്റെ സങ്കടം എന്തായിട്ട് നിങ്ങൾ കേൾക്കൂലല്ലോ. അപ്പൊ എനിക്ക് ഉമ്മനെ ആശ്രയമുള്ളൂ. ഇനി ഒരു ബാധ്യതമായി എന്നെ കാണിക്കാനും നിങ്ങൾ വരുമെന്ന് വേണ്ട. ഞാനൊരു ജോബിന് അപ്ലൈ ചെയ്തിക്കണ്. നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളൂ.